ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എത്ര സിം എടുക്കാനായിട്ട് സാധിക്കുമെന്ന് അറിയാമോ? അതായത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമുക്ക് 6 സിം വരെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിലവിൽ നമ്മുടെ ആധാർ കാർഡിൽ എത്ര സിം ആക്റ്റീവാണെന്ന് നമുക്കറിയാമോ? നമുക്ക് അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും ഫേക്ക് ആയിട്ടുള്ള സിമ്മുകളും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, ഇപ്പോൾ എത്ര ആക്റ്റീവായിട്ടുള്ള സിമ്മുകളാണ് നമ്മുടെ ആധാർ കാർഡിൻ്റെ അണ്ടറിലുള്ളത്, അതിൽ ഏതൊക്കെ സിമ്മുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതിൽ നമുക്ക് വേണ്ടാത്ത സിമ്മുകൾ നമുക്ക് എങ്ങനെയാണ് ഡീആക്ടിവേറ്റ് ചെയ്ത് കളയുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ സിം എടുക്കുന്നത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ചാണ്. നമ്മുടെ ആധാർ കാർഡിൻ്റെ ഡേറ്റ മിസ്സാകുകയെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ ഉപയോഗിച്ച് മറ്റുള്ളവർക്കും നമ്മുടെ പേരിൽ സിം എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഒരു വിചാരമുണ്ട്, നമ്മൾ ഓൾറെഡി അതായത് പഴയതായിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സിം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒടിച്ച് കളയുകയെന്നുണ്ടെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ആയി പോകുമെന്നുള്ളത്. പക്ഷേ ആ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നമ്മുടെ ഈ ആധാർ കാർഡിൻ്റെ ഡേറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിം ഉപയോഗിച്ച് അവരെന്തെങ്കിലും തെഫ്റ്റോ കാര്യങ്ങളൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പെടലിലേക്ക് തന്നെ വരും. അപ്പോൾ എങ്ങനെയാണ് ഈ സിം, അതായത് നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എത്ര സിം എടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് ആ സിമ്മുകളൊക്കെ ആക്റ്റീവ് ആണോ ഇല്ലയോ, അതുപോലെ തന്നെ നമ്മുടെ പഴയതായിട്ടുള്ള സിമ്മുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഒടിച്ച് കളഞ്ഞത് അത് ഡീആക്ടിവേറ്റ് ആയി പോയിട്ടുണ്ടോ എന്നുള്ളത് ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഗൈസ്, അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം ടാഫ് കോപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. ടാഫ് കോപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. അതിൻ്റെ അകത്ത് ആദ്യം കാണുന്ന ടാഫ് കോപ്പ് എന്ന ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതെന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഒഫീഷ്യലായിട്ടുള്ള പേജാണ്. ഈ പേജ് നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ഫോൺ നമ്പരും അതുപോലെ തന്നെ തന്നിരിക്കുന്ന ക്യാപ്ചയും പിന്നെ OTPയും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേരിൽ എടുത്തിട്ടുള്ള സിമ്മിൻ്റെ ഫോൺ നമ്പരും OTPയും അതുപോലെ തന്നെ ക്യാപ്ചയും എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേരിൽ നിലവിലുള്ള എല്ലാ ഫോൺ നമ്പറുകളും കാണാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ഉപയോഗിക്കാത്ത നമ്പറാണ് എന്നുണ്ടെങ്കിൽ നോട്ട് മൈ നമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന സിം ആണെന്നുണ്ടെങ്കിൽ നോട്ട് റിക്വയർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിം ബ്ലോക്കായി പോകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ എത്ര സിമ്മുകൾ എടുത്തിട്ടുണ്ട്, അതിൻ്റെ അകത്ത് എത്ര സിമ്മുകളാണ് ഇപ്പോൾ ആക്റ്റീവായിട്ടുള്ളത്, എത്രണ്ണം ഡീആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് ആരെങ്കിലും ഫേക്കായിട്ട് സിമ്മുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ എന്നതൊക്കെ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഏത് വെബ്സൈറ്റിലൂടെയാണ് അത് ചെക്ക് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഞാൻ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഡൗട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ശരി ഗൈസ്, നമുക്ക് ഏതായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.